ലോകം മുഴുവൻ ഒരു വശത്ത്, ഭാരതം മറുവശത്ത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ ഭാരതം തലകുനിക്കുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്കു തെറ്റി. ഡൽഹിയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വലിയ വാർത്തയാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച വെറും ഒരു ചർച്ചയായിരുന്നില്ല. അത് വരാനിരിക്കുന്ന പുതിയ ലോകക്രമത്തിന്റെ വിളംബരമാണ്. 2030 ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം $100 ബില്യൺ എത്തിക്കാനുള്ള ചരിത്രപരമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. അത് വെറും ഒരു അക്കമല്ല, ലോകത്തിന് മുന്നിൽ ഭാരതം എടുത്തു കാണിക്കുന്ന ഒരു വലിയ പവർ തന്നെയാണ്. ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. നമ്മളൊന്ന് ആലോചിക്കണം, ലോകശക്തികൾ റഷ്യയെ ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോഴും റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്ന് ഇന്ത്യയോട് ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈക്കൊണ്ട നിലപാട് ഒന്ന് ശ്രദ്ധിക്കണം. ഭാരതം ആദ്യം, ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതിയുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടിയുള്ള കരുത്തുറ്റ തീരുമാനങ്ങളാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ എടുത്തത്. ഇതിന്റെ ഫലമായി ഇന്ന് കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭ്യമാക്കാനും നമ്മുടെ വിപണിയെ തകർച്ചയിൽ നിന്ന് സംരക്ഷിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ്. ഇതല്ലേ യഥാർത്ഥ നയതന്ത്രം? ഇതല്ലേ ശരിക്കും നമ്മുടെ ഭാരതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്? എന്താണ് ഈ $100 ബില്യൺ ലക്ഷ്യം? ഇതിൽ വെറും ഇന്ധനം മാത്രമല്ല ഉള്ളത് കേട്ടോ. ഇന്ത്യയുടെ വളരുന്ന ആവശ്യങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം തടസ്സമില്ലാതെ ലഭ്യമാക്കുക, അതുപോലെ തന്നെ പുതിയ ഗതാഗത പാതകൾ വഴി റഷ്യയുമായുള്ള ദൂരം കുറയ്ക്കുക, സയൻസ് ടെക്നോളജി മേഖലകളിൽ പുതിയ വിപ്ലവത്തിന് തിരികൊളുത്തുക. മെയ് 16 അവസാനിക്കുന്ന ചില പ്രത്യേക അനുമതികളെ കുറിച്ച് ആശങ്കപ്പെട്ടവർക്ക് സെർജി ലാവ്റോവ് നൽകിയ മറുപടി കൃത്യമാണ്. ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇന്ത്യയുമായുള്ള കരാറുകൾ കൃത്യമായി പാലിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെയും റഷ്യയുടെയും ദീർഘകാലമായുള്ള വിശ്വാസത്തിന്റെ ഒരു വലിയ വിജയം തന്നെയാണിത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഇതിനൊപ്പം പുതുതായി ചേർന്ന ഇറാനും UAEയും ഈജിപ്തും എല്ലാം ചേരുമ്പോൾ ലോക ജനസംഖ്യയുടെ പകുതിയും ആഗോള GDPയുടെ 40% ഈ കൂട്ടായ്മയ്ക്കൊപ്പമാണ്. ഭാരതം ഈ വർഷം ഇതിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുമ്പോൾ ലോകത്തിന്റെ നയതന്ത്രം പതുക്കെ നമ്മുടെ കൈകളിലേക്ക് മാറുകയാണ് കേട്ടോ. വെസ്റ്റ് ഏഷ്യയിലെ അസ്ഥിരതയും ആഗോള വിപണിയിലെ തടസ്സങ്ങളും മറികടക്കാൻ ഭാരതത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ ഇനി ആർക്കും സാധിക്കില്ല എന്നൊരു വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയ പ്രേക്ഷകരെ, ലോകം മാറുകയാണ്. ഭാരതം ഇന്ന് വെറുമൊരു കാഴ്ചക്കാരനല്ല, മറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. പ്രതിസന്ധികൾക്കിടയിലും നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ നയതന്ത്ര വിജയം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ശത്രുക്കളുടെ നീക്കങ്ങളും ആഗോള സമ്മർദ്ദങ്ങളും അതിജീവിച്ച് 2030 നമ്മൾ കൈവരിക്കാൻ പോകുന്ന ഈ സാമ്പത്തിക നേട്ടം ലോക ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായമായി മാറും. ഇതാണ് പുതിയ ഭാരതം. ഇത് മോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.